നമുക്കിന്നൊരു ഫുൾ ചിക്കൻ്റെ അകത്തൊരു കാട ചുട്ട് നോക്കാം. ഇന്ന് ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് മല്ലിയില, ക്യാപ്സിക്കം, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഒരു നാരങ്ങ, ഇതൊരു കൂട്ടം മസാലപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, തൈര്, മുളക് പൊടി. അപ്പം നമുക്ക് ഉണ്ടാക്കാം. കഴുത്തിനകത്ത് വെള്ളം ശരിയാണ്. മസാല കൂട്ടിയാലോ? അതിനുവേണ്ടി മുളക് പൊടി ഇടുക, കുറച്ച് മുളക് 2 ടേബിൾ സ്പൂൺ. കുറച്ച് തൈര് ഒഴിക്കുക, അതൊരു 2-3 ടീസ്പൂൺ ഒഴിക്കുക. കുരുമുളക് പൊടി, ഇഞ്ചി പേസ്റ്റും ഒരു 2-3 സ്പൂൺ ഇടുക. സ്പെഷ്യൽ മസാലപ്പൊടി കുറച്ചേറെ വേണം കേട്ടോ, വലിയ 2 കോഴി ആയതുകൊണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. മതി. ചെറിയ ചെറിയ നിങ്ങൾ എന്നെ അറിയില്ല, കാണിച്ചേ ഉള്ളൂ. മസാല കൊടുക്കുന്നില്ല കേട്ടോ. മതി അല്ലാതെ ഒന്നും എന്നാ മസാലയൊക്കെ തേച്ചാലോ? അത്രേ ഉള്ളൂ. തേച്ച് പിടിപ്പിക്കാറുണ്ട്. ലെഗ് പീസ് നന്നായിട്ട് തേക്കാം. ലെഗ് പീസ് എനിക്കാണെങ്കിലേ കിട്ടുന്ന പീസ് എനിക്ക് വേണം. ആർക്കാണേലും ഓക്കെ. ഒറ്റ കോഴിയാന്ന് തോന്നുന്നു. അകത്തൊന്നും മസാല തേക്കത്തില്ല. അകത്തെല്ലാം തേച്ചോടാ. നീ ഇതുവരെയായിട്ട് എത്ര കോഴീനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ? അപ്പൊ എവിടെ വേണം തേക്കാം? അത് പച്ചക്ക് ഇരിക്കട്ടെന്നോ? പച്ചക്കല്ല, ഉപ്പും കുരുമുളക് പൊടി തേക്കാം. എടാ, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ അതിൽ പിടിപ്പിക്കാം. അകത്ത് കഴിക്കണം. പക്ഷെ നീ ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഇതായിരിക്കും നിന്റെ ലാസ്റ്റ് ടൈം. 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ജോയിൻ്റെ കട്ടിങ് സ്കിൽസ്. സ്പീഡ് കട്ട് ചെയ്യേ. മറ്റേ സിനിമയ്ക്കകത്ത് കാണത്തില്ലേ, വല്ലതും കാണും. അതൊക്കെ സ്പീഡായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. കാടൊക്കെ ഇച്ചിരി കളറ് മാറിയല്ലടാ. ഒത്ത എനിക്ക് തോന്നുന്ന എരിയൂന്ന് തോന്നുന്നു നാളെ. അത് കാടിയിട്ടെ നമ്മളതിനകത്ത് കാട കയറ്റി. വേണടാ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, വീണ്ടും ഒരു ക്യാപ്സിക്കം. അവിയിലാണോ? കിഴങ്ങ്. കാട വെളിയിൽ പോയോ? മല്ലിയല്ല. സൂപ്പർ. തിരിച്ചു വെച്ച് വയറ് നിറഞ്ഞില്ലടാ. അത് അങ്ങനെ നമ്മള് കാട കോഴിക്കൂടെ വയറ്റിനുള്ളിലാക്കി അടുത്ത് നമുക്ക് കമ്പി കയറ്റാം. അങ്ങനെ നമ്മൾ
രതീഷേ അപ്പൊ നമുക്ക് ഇനി ചൂടാക്കാൻ വെക്കാം. സ്മോക്ക്ഡ് ചിക്കൻ തീ കത്തിടാ. തീ കുറഞ്ഞില്ല ശരിയാത്തില്ല. ഈ സൈഡിലും കൂടെ തേക്കടാ. ഈ കണ്ണലായിരുന്നു നമുക്ക് വേണ്ടത്. ഈ കണ്ണലായിരുന്നെ താത്ത് വെച്ചാൽ കറക്റ്റ് ആയിരുന്നു. 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ വിഷ്ണു നാരങ്ങ നീ നാരങ്ങ ഒഴിച്ചാൽ മതി. അതൊരു നടത്താലും കുഴപ്പമില്ല അല്ലേ? ഇതിനെ റീത്തോ എടാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാലേ തന്നെ പിടിച്ചില്ല ഞാൻ ആദ്യം. സെറ്റ് സാധനം. ചിക്കൻ്റെ അകമൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. വെട്ടിക്കെട്ട് സാധനം. കാട നിന്ന് നോക്കിയാലോ. ശരി എനിക്ക് ആടെ നോക്കാം. എൻ്റെ ഇതിനകത്ത് മറ്റേ മുളകിൻ്റെ രുചിയുണ്ട്. ഇപ്പൊ എല്ലാം പറഞ്ഞ അത് മുളക് പൊടി മാത്രമേ മുളക് പൊടി എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ ശരി. അപ്പോൾ എല്ലാം പറഞ്ഞ വീഡിയോ എടുത്തു പോലെ പൊളിഞ്ഞു വന്നില്ലല്ലോ. എനിക്ക് വേണ്ട. അത് കൊള്ളാം. അതാ പറഞ്ഞേ. ഒരു വീഡിയോ ആയി അടുത്ത പ്രാവശ്യം കാണാം. ടാറ്റാ ബൈ ബൈ.